നൈസാണ്. ഒരു പ്രത്യേക ഒരു ഫീലാണ്, തിയേറ്ററിൽ തന്നെ കാണണം. ത്രില്ലർ മൂവിയാണ്, ഹൊററൊന്നും അല്ല. ചെറിയ ലാഗാണ്, പക്ഷേ കുഴപ്പമില്ല, നല്ല പടം. പടം പറയണൊക്കെ കഥ ഒന്നുമില്ല. പടം അത്ര ഒരു വേഷം കാണാം, അത്രേ ഉള്ളൂ. കോമഡി ആണോ അല്ലെങ്കിൽ ത്രില്ലിംഗ് ആണോ? ത്രില്ലിംഗ്. വേറെന്താണ് ഇഷ്ടപ്പെട്ടത്? ഇല്ല, മൂവി കൊള്ളാം, നൈസ് പടം. ത്രില്ലിംഗ് അടിപ്പിക്കുന്നുണ്ടോ? ത്രില്ലിംഗ് ആയിരുന്നു. ഒരു രക്ഷയില്ല. ആസിഫ് അലി തകർത്തു. ഭയങ്കര പടം കേട്ടോ, ഒട്ടും മിസ്സാക്കരുത്. സൂപ്പർ പടം. അല്ല, ഓഫീസൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല, അത് വേറെ ലെവലാണ്. ഭയങ്കര പടം ഇരുന്ന് കണ്ടല്ലോ എന്നായിപ്പോയി. ആ ലെവല് ഭയങ്കര വേറെ ലെവലാണ്. നല്ല വിജയരാഘവൻ നല്ല നല്ല മൂവിയാണ്. ത്രില്ലറാണ്, മിസ്റ്ററി ഉണ്ട്, എല്ലാം ഉണ്ട്. വളരെ ആസിഫ് അലി നന്നായി ചെയ്തിട്ടുണ്ട്. ആസിഫ് അലി മാത്രമല്ല, എല്ലാവരും അത് നല്ലൊരു മൂവിയാണ്, നല്ല മൂവിയാണ്. നല്ലതായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. എല്ലാവർക്കും തിരുവോണം ഒരു സമ്മാനമായി കൊടുക്കാൻ പറ്റുന്ന ഒരു മസ്റ്റ് ഫാമിലി എൻ്റർടൈനറാണ്. കാരണം ഈ നമ്മളെ പടത്തിൻ്റെ തീം പോലെ തന്നെയാണ് ആ മിസ്റ്ററി ത്രില്ലർ. കാരണം ഫസ്റ്റ് ഹാഫ് ചെന്ന് അവസാനിക്കുന്നിടത്ത് നിന്നാണ് പ്യുവർലി എൻ്റർടൈനറായിട്ട് സെക്കൻഡ് ഹാഫിൽ ആ മിസ്റ്ററി നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നത്. കാരണം നല്ലൊരു മേക്കിംഗ് ആണ്, കിടിലമാണ്, നല്ലൊരു എക്സിക്യൂഷൻ, ഒരു അച്ഛനും മകനും തമ്മിലുള്ള രീതിയിലുള്ള ഒരു വല്ലാത്തൊരു ഫീല്. ഇമോഷണലി കണക്ട് നമ്മുടെ കണ്ണ് നിറഞ്ഞു. തീർച്ചയായിട്ടും പടം കണ്ടുപോകുന്ന ആർക്കും ഒരു അച്ഛൻ മകനോടുള്ള സ്നേഹവും മകൻ അച്ഛനോടുള്ള സ്നേഹം എന്താണെന്ന് നമ്മൾ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഓരോ അച്ഛനെ സ്നേഹിക്കുന്ന മകനും ഇഷ്ടപ്പെടും, ഓരോ മകനെ സ്നേഹിക്കുന്ന ഒരു അച്ഛനും ഇഷ്ടപ്പെടും. അച്ഛനും മകനും നമ്മളൊരു വല്ലാത്തൊരു കമ്മിറ്റ്മെൻറ്റാണ് ഈ പടത്തിൽ ഉടനീളം. ഒരു മകൻ യൂത്തല്ലേ, അച്ഛനെ ഒരു ആ ഒരു ഫീൽ അപ്പോൾ ആ രീതിയിൽ നമ്മൾ കാണല്ലോ. മകനെ കൂടെ അല്ല, മസ്റ്റ് യൂത്ത്. കാരണം എവ്രിബഡി വിൽ വാച്ച് ഡെഫിനറ്റ്ലി. കാരണം വല്ലാത്തൊരു എക്സിക്യൂഷനാണ്, വളരെ ബ്രില്യൻ്റ് ആയിട്ട് ഒരുപാട് ഇമോഷണലി ടച്ച് ചെയ്യുന്ന നല്ല സീൻ സെക്കൻഡ് ഹാഫിൽ നമുക്ക് എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് വളരെ സ്ലോവിലിയാണ്, പക്ഷേ നമുക്ക് ആ സെക്കൻഡ് ഹാഫിലേക്ക് എന്താണ് എന്നുള്ള ഒരു മിസ്റ്ററി ഡെഫിനറ്റ്ലി എല്ലാം കൃത്യമായി കൊണ്ട് ഫൈനലി ക്ലൈമാക്സിൽ കൊണ്ട് നമുക്ക് ഇമോഷണൽ സീനായിട്ടും ത്രില്ലറായിട്ടും മിസ്റ്ററി ആയിട്ടും വളരെ മച്ച് നല്ലതായിട്ട് എഴുതിയിട്ടുണ്ട്. ഇല്ല, ട്രെയിലർ കണ്ടിട്ട് തന്നെയാണ് ഇതിനകത്ത് വന്നത്. കാരണം നമുക്ക് മിസ്റ്ററി ത്രില്ലർ എന്ന് പറയുന്നത് നമ്മൾ യൂത്തിനൊക്കെ എസ്പെഷ്യലി ഇപ്പം പടത്തിന് പോകുന്നതിന് മുന്നേ തന്നെ എന്താണ് അതിൻ്റെ തീമെന്ന് നോക്കിയിട്ടാണ് എല്ലാവരും പോകുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ആ മിസ്റ്ററി ത്രില്ലർ എന്നുള്ള ഫീൽ കണ്ടിട്ട് തന്നെ വന്നത്. പക്ഷേ ഫസ്റ്റ് ഹാഫിൽ നമ്മളെ വളരെ സ്ലോ ആയിട്ട് കൊണ്ടുപോകുന്നെങ്കിലും സെക്കൻഡ് ഹാഫ് എങ്ങനെ അവസാനിച്ചു എന്ന് നമുക്ക് അറിയാൻ പറ്റുന്നില്ല. ആസിഫ് അലിയുടെ ആ ഒരു ആക്ഷനിലും വിജയരാഘവൻ ഈ ഒരു പ്രായത്തിലും ബ്രില്യൻറ്റ്. കാരണം നമ്മൾ ആ ഒരു കണ്ണ് നിറയിക്കാൻ വിജയരാഘവൻ്റെ റോള് തന്നെയാണ് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് എടുത്ത് പറയുന്നത്. പക്ഷേ ആസിഫ് അലി ഒട്ടും കുറച്ച് കാണുന്നില്ല. സത്യം പറഞ്ഞാൽ തിരുവോണത്തിന് നമുക്ക് കിട്ടുന്ന ആദ്യത്തെ ഒരു സൂപ്പർ ഹിറ്റ് ആയിരിക്കാം മേ ബി ഡെഫിനറ്റ്ലി ഫസ്റ്റ്. സിനിമ കൊള്ളാം, നല്ല സിനിമ. അല്ല, എനിക്ക് ഇൻ്റർവെൽ പഞ്ചും ക്ലൈമാക്സ് ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആസിഫ് അലി ക്ലൈമാക്സിൽ നല്ല അടിപൊളി പെർഫോമൻസ് ഒക്കെ അല്ലേ, സൂപ്പറാണ്. തുടക്കം ഒരു കുറച്ച് സ്ലോ ആയിട്ട് പോകും, പക്ഷെ പോകുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. ഒരു എക്സ്പെക്ടേഷനും ഇല്ലാതെ വന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. നല്ല സിനിമ. എടുത്തു പറയാനുള്ള ഇൻ്റർവെൽ പഞ്ചും ആ ക്ലൈമാക്സും തന്നെയാണ്. ഓക്കെ.